ഒരു വലിയ പ്ലാൻ പൊട്ടിപ്പാളീസായിരിക്കുമ്പോൾ ഒരു സ്നോ സ്റ്റോം സൺഡേ എൻജോയ് ചെയ്യാമെന്ന് ഞാനും ഉണ്ണി അങ്ങോട്ട് വിചാരിച്ചത്. അപ്പോൾ കണ്ട റീൽസ് എന്നെ ഇത്തിരി ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു. അപ്പം തന്നെ ഉണ്ണിയെ കുത്തി കുത്തി റീലും കാണിച്ച് പുറത്തിറങ്ങാമെന്ന് സമ്മതിപ്പിച്ചു. വേറെ വഴിയില്ലാതെ ഉണ്ണി സമ്മതിക്കുകയും ചെയ്തു കേട്ടോ. ശരിയെന്ന് പറഞ്ഞ ഉടനെ ഞാൻ വേറൊന്നും നോക്കിയില്ല. മുടിയും ചീന്തി മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇട്ട് അതിൻ്റെ മേലൊരു ജാക്കറ്റും ഇട്ട് ഞങ്ങൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. വാതിൽ തുറന്നൊരു ചവിട്ട് നാടകവും പിന്നെ ഒരു വീഴ്ചയും കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. അവിടുന്ന് ഇതുവരെ വരെ ഇത്ര തിരിച്ചു നോക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയായിരുന്നു അവിടെ വരെ എത്തുവോ? എൻ്റെ ചിരിയിലെല്ലാം ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച പാർക്ക് ഏറെക്കുറെ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു നടക്കാൻ. ഈ പോക്ക് പോയാൽ മെയിൻ റോഡ് പോലെ എത്തുമെന്ന് അറിയാത്തതുകൊണ്ട് ഒരു വളവെന്ന് തിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ വളവിൽ ഞാൻ സൈഡിൽ അങ്ങോട്ട് സമാധിയായി. എനിക്ക് വയ്യായിരുന്നു നടക്കാൻ. അങ്ങനെ ഈ പ്ലാനും തൊപ്ലാനായ വിഷമത്തിൽ വീട്ടിലെത്തി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. റീൽസിൽ കണ്ട ചേച്ചിയുടെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാന്ന് വിചാരിച്ച് ഞാൻ സ്നോ ഏഞ്ചൽ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ മനസ്സും വിങ്ങി ചന്തി നൊന്ത ഞാൻ കൂട്ട് കയറാൻ തീരുമാനിച്ചു. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയെന്നുള്ള വിശ്വാസം മാത്രമാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ.